മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാള സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും സിനിമയിലും സജീവമായി നിൽക്കുകയാണ് നടൻ. ഇടയ്ക്ക് വെച്ച് മോദി സർക്കാരിന്റെ 3ാം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം വ്യാജ വാർത്തകളെന്ന കാട്ടി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ഒരു പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കേന്ദ്രമന്ത്രി എന്ന റോൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒരു ഇമോഷണൽ ബീസ്റ്റ് ആണ്. ഫ്രസ്ട്രേഷൻ എന്നിലേക്ക് കൊണ്ടുവന്ന് പമ്പ് ചെയ്യുന്ന ചില റിസോഴ്സ്ഫുൾ ഏരിയകളുണ്ട്. എൻ്റെ വരുമാനമാണ് എൻ്റെ പാഷൻ. എൻ്റെ പാഷൻ ആയിരിക്കണം എൻ്റെ വരുമാനത്തിന് വഴിയൊരുക്കേണ്ടത് എന്നത് നിർബന്ധമാണ്. പക്ഷേ എൻ്റെ സമ്പാദന മാർഗം കൂടി നടന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ട്. ആര് വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. ഇക്കാര്യങ്ങളെല്ലാം ലീഡർഷിപ്പ് മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചതുമില്ല. 2 പ്രാവശ്യം കണ്ടപ്പോഴും ഞാൻ പറയുന്നത് ചെയ്യാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എല്ലാം ഹിന്ദിയിലാണ് പറഞ്ഞത്. എൻ്റെ പാഷൻ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ അമിത്ഷാജി മാത്രം അറിഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ എനിക്ക് ഓഫീസുണ്ട്. സ്റ്റേ കണക്ട് എന്ന സംവിധാനം 24 മണിക്കൂറും ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ വിനോദ് ഖന്ന, ചിരഞ്ജീവിയൊക്കെ ഇതുപോലെ ഷൂട്ടിംഗ് സെറ്റിൽ ഓഫീസ് ഇട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഈ രീതിയിൽ സ്മൂത്ത്നെസ് ഇല്ലെങ്കിലും എനിക്ക് കൂടുതലൊന്നും ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എല്ലാ വർഷവും സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സിനിമയാണ് എൻ്റെ ഉപജീവന മാർഗം. മറ്റൊന്നും ഉപജീവന മാർഗമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് എല്ലാം ദൈവം കൊണ്ട് തന്നതാണ്. രാഷ്ട്രീയ ജീവിതം പോലും നെഞ്ചത്ത് കൈവച്ച് പറയാം, ഞാൻ ഒന്നിന് പിന്നാലെയും ഓടിയിട്ടില്ല. അതുപോലെ മലയാളം ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് അക്ഷരമാല അറിയില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല, മോഹിച്ചതുമല്ല. എൻ്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്നും എൻ്റെ നേതാക്കളെ അനുസരിക്കും. സിനിമ എനിക്ക് പാഷനാണ്. അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്നാണ് സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിയന്ത്രണം വന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്. അതേസമയം ഒറ്റക്കൊമ്പൻ എന്ന ചിത്രമാണ് നടന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. കടുവാക്കുന്നിൽ കുറുവച്ചനായി സുരേഷ് ഗോപി വേഷമിടുന്ന ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും ഒറ്റക്കൊമ്പനുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുകയുമായിരുന്ന ചിത്രം കൂടിയാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിയുടെ 250ാമത്തെ ചിത്രം കൂടിയാണിത്. 2020ലാണ് ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചത്. എന്നാൽ പൃഥ്വിരാജ് ചിത്രം കടുവയുടെ പ്രമേയവുമായി സാമ്യമുണ്ടെന്ന ആരോപണം വന്നതോടെ ഒറ്റക്കൊമ്പന് പകർപ്പവകാശ നിയമപ്രകാരം സ്റ്റേ വന്നിരുന്നു.